തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്കും ആശങ്കയുമുണ്ടാക്കി ഗണേശൻ എന്ന ആനയുമായി പാപ്പാന്റെ സഞ്ചാരം. പോലീസ് നിർദ്ദേശിച്ചിട്ടും ആനയെ നിയന്ത്രിക്കാൻ പാപ്പാൻ തയ്യാറായില്ല. ജേസൺ ചാമോളപ്പിൽ ചേരും വിശദാംശങ്ങളുമായി. ജേസൺ, എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ ഒരു 1-1.5 മണിക്കൂറിലധികമായി തൃശൂർ നഗരത്തെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയ ഒരു ആനയും പാപ്പാന്റെ യാത്രയാണ്. അതിപ്പോൾ ഒടുവിലെത്തിയിരിക്കുന്നത് ആനയുടെ ഉടമ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ്. കണക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. പോലീസ് പലതവണ പാപ്പാനോട് ഇവിടെ നിന്ന് മാറണം, വഴി മാറണം, ഒതുക്കണം ആനയെ എന്ന് പറഞ്ഞിട്ടും പാപ്പാൻ യാതൊരു രീതിയിലും കൂട്ടാക്കിയില്ല. മാത്രമല്ല വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുകയും ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു. സാർ, ഇതിപ്പോൾ ആനയുടെ പേരെന്താ പറയുന്നത്? കണക്കച്ചാൽ ഗണേശൻ എന്നാണ് നമ്മൾ അറിഞ്ഞത്. ആരാ ഓണർമാരോ? ഇവരുടെ ഓണറുടെ വീടാണെന്ന് പറഞ്ഞത്. ഓണർ എന്താ അച്ഛൻ പറ്റിയിട്ട് കോഴിക്കോട് കിടക്കുന്നതാണ്. എന്താണ് ഇപ്പോൾ ഈ വഴിയിൽ വലിയ ഗതാഗതക്കുരുക്ക് ആൾ വലിയ പോലീസ് പറഞ്ഞിട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായില്ല? അപ്പോൾ നിങ്ങൾ കണ്ട പോലെയാണ്. നമുക്കിപ്പോൾ ആ ആനയുടെ അടുത്തേക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആള് മുകളിലല്ലേ ഇരിക്കണേ. പാപ്പാൻ എന്തെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ അവൻ മദ്യപിച്ചിട്ടായിട്ടും കാണുന്നില്ല. കൂടുതൽ നമുക്ക് നോക്കണം. കേസെടുക്കാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് നമ്മുടെ ഓഫീസർമാർ പറയണം. പോലീസ് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ പാപ്പാനും അല്പം രോഷാകുലനാണ്. അതോടൊപ്പം തന്നെ ആനയുടെ അടുത്ത് നിൽക്കുക. ആന ഇപ്പോൾ തളച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിലധികമായി തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്ഥിതിയാണ്. പോലീസിന് പോലും ഇത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. 3-4 പോലീസ് വാഹനങ്ങൾ വന്ന് ഈ പാപ്പാനോട് പോലീസുകാർ താഴെ ഇറങ്ങി പറയുന്നുണ്ട്, നിങ്ങൾ വണ്ടി ഒതുക്കണം, ആനയെ ഒതുക്കണം, അതുപോലെ തന്നെ വാഹനം കടത്തിവിടാൻ സംവിധാനം ഉണ്ടാക്കണം. പക്ഷേ പാപ്പാൻ ഇതിനൊന്നും തയ്യാറായില്ല. പാപ്പാൻ പല ആളുകളോടും വഴി ചോദിക്കുകയും റോഡിലിടക്ക് നിർത്തുകയും അങ്ങനെ കുറേ നേരം നീണ്ട ഒരു ആശങ്കയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ ആനയുടെ ഉടമ എന്ന് പറയപ്പെടുന്ന ഒരു വീട്ടിൽ അത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയുമായിട്ടില്ല. കണക്കച്ചാൽ ഗണേശൻ എന്നാണ് ആനയുടെ പേരെന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ വ്യക്തതയായിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾ പോലീസ് ഈ വീട്ടുടമയോട് ചോദിച്ചറിയുകയാണ് ഇപ്പോൾ. ജേസൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.